നമസ്കാരം. അതായത് ഇത് കൂട്ടുകാരൻ്റെ ഭാര്യനെ കളിച്ച കഥ. ഞാനല്ല കേട്ടോ, ഇത് രണ്ടാളും എൻ്റെ കൂട്ടുകാരാണ്. അന്നൊക്കെ വൈകുന്നേരങ്ങളിൽ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞാൽ ഏതെങ്കിലും ഒഴിഞ്ഞ പീടിൻ്റെ കോലായിലോ എവിടെയെങ്കിലുമൊക്കെ ഞങ്ങൾ ഒത്തുകൂടും. ഒത്തുകൂടി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും. ഒരു 10 മണി ആ റേഞ്ചിലാണ് വീട്ടിൽ പോകുള്ളൂ. അങ്ങനെ വെള്ളടി പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ലേറ്റ് ആവും. ചിലപ്പോൾ രാത്രി ഞങ്ങൾ നേരം വെളുക്കോളൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും എൻഗേജ്മെൻ്റൊക്കെ ഉണ്ടെങ്കിൽ. അതായത് പരിപാടികൾ ഞങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഈ 3 പേര്, അതിൽ മറ്റേ 2 പേർക്ക് ഞാൻ ഇടയ്ക്കല്ലേ അവിടെ ഉണ്ടാവുള്ളൂ. ഈ നേവൽ ബേസിൽ ചെറിയ ചെറിയ കരാറ് പണികളാണ്. ഇവരെങ്ങനെയെന്ന് വെച്ചാൽ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് വിളിച്ചിട്ട് നേവൽ ബേസിൽ ചെറിയൊരു കുറച്ച് ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നു. വെൽഡർ അങ്ങനത്തെയൊക്കെ ചെറിയ വർക്കുകൾ. അപ്പോൾ വെൽഡിങ്, അപ്പോൾ ഇവർക്ക് വെൽഡിങ്ങൊക്കെ അറിയും. അങ്ങനെ അവിടെ പോയിട്ട് അവിടുത്തെ ഒരു കോൺട്രാക്റ്റായിട്ട് പരിചയപ്പെട്ട് പിന്നെ സ്ഥിരമായിട്ട് അവർക്ക് അവിടെ ജോലി. അതിൽ പിന്നെ ഒരുത്തൻ അവിടെ നിന്ന് മാറി വർക്ക്ഷോപ്പിൽ കയറി. അത് കഴിഞ്ഞിട്ട് അവന് KSEBയിൽ ജോലി കിട്ടി. മറ്റവനവിടെ തന്നെ. അപ്പോൾ ഈ KSEBയിൽ ജോലിയുള്ളവന് അന്ന് KSEB തന്നെയാണോ വിളിക്കാമെന്നറിയില്ല, ഏതായാലും വൈദ്യുതി വകുപ്പ്. ഞങ്ങളായിരിക്കുമ്പോൾ ഇവൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര മൈലേജാണ്, ഇവന് മൈലേജില്ല. അപ്പം ഇവൻ എന്നോട് എപ്പോഴും ഞങ്ങളോട് പറയും എനിക്ക് പെട്ടെന്ന് പോകും. ഞാനപ്പോൾ അവനോട് പറഞ്ഞു, എടാ ഇത് മിക്കവരുടെയും പ്രശ്നമാണ്. നമ്മൾ ഈ ബ്ലൂ ഫിലിമിലൊക്കെ കാണുന്ന പോലെ ഒന്നും അങ്ങനെ ഒരുപാട് നേരമൊന്നും ഈ പരിപാടി എടുക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. അന്നൊക്കെ ബ്ലൂ ഫിലിം കാണണമെങ്കിൽ തന്നെ ഈ VCR അങ്ങനത്തെയൊക്കെ സിസ്റ്റമുള്ളൂ. ഇന്നത്തെ പോലെ ഫോണിലൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ ഓരോരുത്തരിങ്ങനെ പൊങ്ങച്ചം പറയും 10 മിനിറ്റ് അടിച്ചു കൊടുത്ത് എന്നൊക്കെ പറയും. അതൊക്കെ വെറുതെ 2 മിനിറ്റ് 3 മിനിറ്റ് അതൊക്കെ തന്നെയാണ് ഒരു ശരാശരി മനുഷ്യൻ്റെ. ഈ മൈലേജ് കുറവാണെങ്കിൽ ചില ഇതിൽ ആണുങ്ങളെ കുറ്റാൻ പറയാൻ പറ്റില്ല. ചില പെണ്ണുങ്ങളുടെ സാധനത്തിൽ ഒരു ഇളം ചൂടും ആ വഴുവഴുപ്പും ഇവരുടെ സീൽക്കരങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഏത് പുണ്യാളിനും പെട്ടെന്ന് വെടിപൊട്ടും. അത് സ്വാഭാവികം. അതിന് ചെയ്യേണ്ട ട്രിക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത്, കളിക്കണതിന് മുമ്പ് നല്ലോണം ആക്കി കൊടുക്കണം. വിരലും കൊണ്ടൊക്കെ ആക്കി ഒരു പ്രാവശ്യം പറ്റുമെങ്കിൽ അവൾക്ക് വരുത്തി കൊടുക്കുക, എന്നിട്ട് കയറി കളിക്കുക. ഈ പെണ്ണുങ്ങളെ കെയർ ചെയ്താൽ കുറേയൊക്കെ അവർ അടങ്ങിക്കോളും. അവർ തലയിൽ കയറാൻ പോകരുത്. പിന്നെ എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കി അവരെ പുകഴ്ത്തി സംസാരിക്കണം. അല്ലാണ്ട് ഞാനാണ് എൻ്റെ മുമ്പിൽ കൊല തൂങ്ങിക്കിടക്കണം എന്ന് പറഞ്ഞാൽ ഒരു അടക്കി ഭരിക്കലൊക്കെ ഉണ്ടല്ലോ, അത് അവർക്ക് വൈരാഗ്യം കൂടും. ഇപ്പം എൻ്റെ നാട്ടിൽ ഒരു സുന്ദരിയായിട്ടുള്ളൊരു വീട്ടമ്മയുണ്ട്. അപ്പം ഞാൻ പഴയൊരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. ഞാനൊരു പരിപാടിക്ക് തരുമെന്ന് ചോദിച്ച്, കാരണം സംസാരം അവിടേക്ക് എത്തി. കാരണം പെട്ടെന്ന് ഇപ്പോൾ ഒരു പെണ്ണിനോട് അങ്ങനെ ചോദിക്കില്ല എല്ലാവരും. അപ്പോൾ അവർ പറഞ്ഞെന്താ, രാത്രിയേ നടക്കുകയുള്ളൂ, ഞാൻ ദിവസം പറയാം, ഒരു പ്രാവശ്യം നീ ചോദിച്ചുകൊണ്ട് പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇയാൾ കോൺഗ്രസിൻ്റെയൊക്കെ ഒരു നേതാവ്, ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരത്ത് പോകും ആരെങ്കിലും കാര്യം ശരിയാക്കാനൊക്കെ. ആ ടൈമാണ് ഇവിടെ വിചാരിച്ച് വെച്ചത്. അങ്ങനെ ഞാൻ ഇവരുടെ അടുത്ത് പോയി, നല്ലോണം ഇതാക്കി ഇവരുടെ ശരീരം വെട്ടി വിറക്കണം. അതായത് കളിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പലതും ചെയ്തു കൊടുത്തപ്പോൾ ഇവരുടെ ലൈഫിൽ ഫസ്റ്റ് അനുഭവം. കല്യാണം കഴിഞ്ഞിട്ട് പറയും ഓർഗാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർക്കറിയില്ല, രതിമൂർച്ച. എന്നോട് അവരിത് പറഞ്ഞ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. എനിക്കിത് എന്താണെന്ന് പിന്നെ എപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ എനിക്ക് വാശി കൂടി, ഞാൻ നല്ലോണം കളിച്ചു കൊടുത്തു. വെളുപ്പിന് കോഴി കൂകുമ്പോഴാണ് ഞാനവിടുന്ന് പോരാ ഇറങ്ങാൻ പോകുമ്പോൾ ഇവർ ചോദിച്ചാൽ നീ ഇനി എന്താ വരികയെന്ന്. ഒരു പ്രാവശ്യം തരുള്ളൂ എന്ന് പറഞ്ഞ ചേച്ചിയാണ്. സുഖം അങ്ങോട്ട് മനസ്സിലായി. അപ്പോൾ പെണ്ണുങ്ങൾ നമ്മൾ കെയർ ചെയ്താൽ കുറേയൊക്കെ, ഞാൻ പറഞ്ഞല്ലേ എല്ലാ ആണുങ്ങൾക്കും ഈ തയ്യൽ മെഷീൻ്റെ സൂചി അടിക്കണ സ്പീഡും ഇല്ല,
എല്ലാ ദിവസവും ടൈമിങ് കിട്ടൂല. ഒരു 2 മിനിറ്റൊക്കെ തന്നെയാണ് ഒരു ശരാശരി, അല്ലെങ്കിൽ 3. പിന്നെ അതിൻ്റെ അപ്പുറത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വയാഗ്ര പോലത്തെയൊക്കെ ചാമ്പിയിട്ട് എനിക്കറിയില്ല അതിനെപ്പറ്റി. എല്ലാ ദിവസവും ഒരുപോലെയല്ല. അപ്പോൾ സ്വന്തം ഭാര്യനെയൊക്കെ നമ്മൾ കെയർ ചെയ്ത് കൊണ്ട് നടക്കുക. അപ്പോൾ ഒരു ചെറുമട്ടത്തിൽ ഇപ്പോൾ കളിച്ചു കൊടുത്താലൊക്കെ, എന്നാലും ഗ്യാരണ്ടി ഇല്ല. ഞാൻ ഇവനോട് പറഞ്ഞു ഗ്യാരണ്ടി ഇല്ല. കാരണം ചില സംഭവങ്ങൾ നടക്കേണ്ടത് നടന്നിരിക്കും. ഇവർക്ക് ഈ കളി സുഖം കിട്ടാത്ത പെണ്ണിന് എന്തെങ്കിലും ഒരു പ്രൊവൊക്കേഷൻ, എങ്ങനെ ഒരു എന്താ പറയുക, ചിലപ്പോൾ സാഹചര്യം ഒക്കെ പാടേണ്ട ഒത്തു വരുമ്പോൾ ഉണ്ടല്ല, ഒരു പ്രത്യേക വൈബിൽ ഇവർ കിടന്ന് കൊടുത്തു പോകും. കുറ്റബോധമൊക്കെ പിന്നെ ഉണ്ടാവുള്ളൂ. ആ നേരത്ത് വികാരം മനസ്സിനെ കീഴടക്കും. അത് ഇങ്ങനെ. അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ മറ്റവന് ഇതൊക്കെ കേട്ടിരിക്കലുണ്ട്. ഏത് ഈ നേവൽ ബേസിൽ പോകണേ. ഇപ്പോൾ 6-6:30 മണിയാകുമ്പോൾ ഇരുട്ടാവണ നേരത്ത് എല്ലാവരും ഒത്തുകൂടും. ഇപ്പം പിന്നെ ലേറ്റ് ആവൽ തുടങ്ങി വരാൻ. അപ്പം ഇവൻ്റെ വീട് മറ്റവൻ്റെ വീടിൻ്റെ അതേ ഭാഗത്താണ്. അപ്പോൾ വേറൊരു പ്രത്യേകത ഉണ്ടെന്നൊക്കെ, എല്ലാ ആണുങ്ങളും സന്ധ്യയായ റോഡിൽ പോകും. റോഡിൽ എന്ന് പറഞ്ഞാൽ അങ്ങാടിയിലൊക്കെ പോയി നിൽക്കും. സ്വന്തം സുഹൃത്ത് വലയത്തിൽപ്പെട്ട ആൾക്കാരോടൊക്കെ സംസാരിച്ചിരിക്കും. ചില ആൾക്കാർ കള്ള് ഷാപ്പിൽ കയറി കള്ളു കുടിക്കും. ചിലർ ചാരാ ഷാപ്പിൽ. ഒരു 9, 9:30, 10 മണി റേഞ്ചിലാണ് മിക്കവാറും വീട്ടിലേക്ക് കൂടണയുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നല്ല വെടി നടക്കുന്നുണ്ട് നാട്ടിൽ. ചില വെടികൾ മുറ്റത്തെ പരിപാടി നടക്കുള്ളൂ. കാരണം വീട്ടിലെ അമ്മയെ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും പേരും പറഞ്ഞ് മുറ്റത്തൊക്കെ പോയിട്ട് കുമ്പിട്ട് കുണിച്ച് നിർത്തി എന്തെങ്കിലുമൊക്കെ അടിച്ച് പണി നടത്തുവർ. അല്ലെങ്കിൽ മണ്ണിൽ എന്തെങ്കിലും വിരിച്ച് കിടന്നിട്ട് കളിക്കും. അപ്പോൾ ഈ KSEBിലത്തെ അവൻ്റെ വീട്ടിൽ വയസ്സായ ആരുമില്ല, കുട്ടികളുമില്ല. അപ്പം ഇവനവിടെ കയറി കൂടിയിരിക്കണം. ഈ നേവൽ ബേസിൽ ജോലിയുള്ള എങ്ങനെയാണ് ഇവർ തമ്മിൽ ടച്ചായെന്ന് പിന്നെ അറിയണം. ബസ്സിൽ വെച്ച് ജാക്കി വെച്ച് അങ്ങനെ എന്തോ ഇവള് ചേർന്ന് നിന്ന് കൊടുക്കുക. ആളെ മനസ്സിലായിട്ടുണ്ടായില്ല. ഇറങ്ങാൻ നേരത്ത് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് പെണ്ണ് പരസ്പരം മനസ്സിലായത്. അപ്പോൾ ഇവനറിയാലോ അവൾക്ക് മൈലേജ് കൂടുതലാണ്. ഇവൻ വല്ല ഇവൻ്റെ നിസ്സാവസ്ഥയൊക്കെ പറഞ്ഞ് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഇവൻ കല്യാണം കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ ഒരു വട്ടം വരട്ടെ, എനിക്കറിയാം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, അവന് ടൈമിങ് കുറവാണ്, നിനക്ക് കൂടുതലാണെന്നൊക്കെ അവൻ പറയലുണ്ട്. ഒരു പ്രാവശ്യം എന്നെ പരീക്ഷിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവൻ കാണാനും സ്മാർട്ടാണ്. അങ്ങനെ ഇവള് പണ്ടാറ അടങ്ങട്ടെ എന്നും പറഞ്ഞ് ചെല്ലാൻ പറഞ്ഞതാണ്. 3-4 മാസമായി ഇവർ കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ പുറത്താവണമെന്നാ. അന്ന് ഞങ്ങളെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് എവിടെ ഒരു കള്ളൻ്റെ നിഴലാട്ടം കണ്ട, നിഴൽ പോലെ കണ്ടെന്ന് പറഞ്ഞൊരു വീട്ടമ്മ ഒച്ച ഉണ്ടാക്കി. അങ്ങനെ പെട്ടെന്ന് അങ്ങാടിയിലൊക്കെ പ്രശ്നങ്ങൾ ഫ്ലാഷായി. അന്ന് സ്ട്രീറ്റ് ലൈറ്റ് കുറവാണ്, എല്ലാ വീട്ടിലും കറണ്ടുമില്ല. ഈ റോഡ് സൈഡിലെ വീട്ടിലൊക്കെ കറണ്ടുള്ളൂ. കുറച്ച് ഉള്ളിലൊന്നും പോസ്റ്റൊക്കെ വലിച്ച് കറണ്ട് എടുക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഒന്നായിരിക്കില്ല. പിന്നെ ഉള്ളത് ഈ ഫിലമെൻ്റ് ബൾബാണ്. ആ ബൾബൊന്നും ഇല്ല. എല്ലാ വീട്ടിലും ടോർച്ചുണ്ട്. അങ്ങനെ ടോർച്ച് വെളിച്ചം തലങ്ങും വിലങ്ങും ഒക്കെ പാഞ്ഞ് അപ്പം ഏകദേശം ഒരു 9 മണിയൊക്കെ ആവാനായി. മറ്റവനാണെങ്കിൽ വന്നിട്ടില്ല. അപ്പം അന്ന് നമുക്ക് എല്ലാവർക്കും തിരയാന്നും പറഞ്ഞ് ഇങ്ങനെ പോയി ടോർച്ചൊക്കെ ആയിട്ട് ഇവൻ്റെ വീടിൻ്റെ പരിസരത്തൂടെ ഞങ്ങൾ പോകുന്നത്. ഈ KSEBിൻ്റെ ടോർച്ചൊക്കെ അടിച്ച് ഓരോ പരിസരത്തൊക്കെ നോക്കി. ഇപ്പം ഞങ്ങളുടെ നാട്ടുകാരനല്ലാത്ത ഒരാളവിടെ കണ്ട എല്ലാവർക്കും അറിയാൻ പറ്റും കള്ളനാ, പിടിക്കാൻ എളുപ്പമാണ്. തമ്മിൽ എല്ലാവരും പരിചയം. ഇവൻ്റെ വീട്ടിൻ്റെ പിറകു വരെ എൻ്റെ പുറകിൽ ആരോ വിളിച്ചിരിക്കുന്നു. ആരടാ എന്താണെന്നൊക്കെ പറഞ്ഞ് വച്ചിട്ട് നോക്കുമ്പോഴാണ് ടോർച്ചടിക്കുമ്പോൾ ഇവനെ പിടിച്ച ആളെ കൂട്ടിയള്ളി മലന്ന് കിടന്ന് തുപ്പിയ മുഖത്തെന്ന് പറഞ്ഞ പോലെ. ഏതായാലും ഇവനെ ഞങ്ങൾ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്തപ്പോഴാണ് 4 മാസമായി ഇവർ കളി തുടങ്ങിയിട്ട്. ഇത് ഇവൻ അവളെ ഉപേക്ഷിക്കുകയാണ്, അവൾ ചെയ്തത് ചതിയാണ്. അതിൽ മറ്റവനോട് പോയിക്കൊള്ളാൻ പറയും. അവനെ ഓടിച്ചു വിട്ട് ഇവൻ തല്ലാനൊക്കെ പോയി. ഞാൻ ഒന്നും ചെയ്യരുത്. ഈ രാത്രി നടന്ന പ്രശ്നം നമ്മൾ മാത്രം അറിയാൻ പാടുള്ളൂ. ഞാൻ അവനോട് വീട്ടിൽ പോയിക്കൊള്ളാൻ പറയും. കാരണം ഇവൻ എന്തെങ്കിലും പ്രകോപനം ഉണ്ടായി അവനെ ആക്രമിച്ചാലോ. എന്നിട്ട് ഞാൻ ഇവനെ ഇരുത്തിയിട്ട് 1-2 മണിക്കൂർ ക്ലാസ് എടുത്ത്.
അപ്പം ഇവൻ പറഞ്ഞെന്താ അവൾക്ക് എന്തിൻ്റെ കുറവാണ് വീട്ടിൽ, അവൾക്ക് തരത്തിന് തരം ഡ്രസ്സുകൾ, പറയണ ഭക്ഷണം, എല്ലാ ഞായറാഴ്ച ഇറച്ചി മേടിക്കണം, എല്ലാ ദിവസവും മീൻ മേടിക്കണം, അതുണ്ട് ഇതുണ്ട്. ഞാൻ ചോദിച്ചേ അതൊക്കെ ഓക്കെ, ചിലപ്പോൾ ഒരു അബദ്ധത്തിൽ നിന്ന് തുടങ്ങിയതാവും. അവൻ പറഞ്ഞില്ലേ ബസ്സിൽ നിന്ന് അറിയാണ്ട് ബാക്കിൽ നിന്നപ്പോൾ അങ്ങനെ ഒരു ആക്സിഡൻറ്റിൽ അവർ തുടക്കം കുറിച്ചാണ്. ചിലപ്പോൾ പറ്റിപ്പോയതായിരിക്കും. ഒന്നാട് കണ്ണടച്ച് കൊടുക്കുക. നിനക്ക് ഏതായാലും അവളെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. ഞായറാഴ്ച പോത്തിറച്ചി മേടിച്ച് കൊടുത്തോണ്ടൊന്നും കാര്യമില്ല. ഇനി കണ്ടിന്യൂ ചെയ്യണ്ടെങ്കിൽ വേണ്ട, കഴിഞ്ഞത് ഇവിടെ വെച്ച് തീരണം. നിനക്കൊരു ചാൻസ് കിട്ടിയാൽ നീയും കളിക്കൂലേ അല്ലേ? അതൊരു മനുഷ്യജീവിയാണ്. അതിന് ചിലപ്പോൾ പറ്റിപ്പോയ ഇത്ര നാൾ നിൻ്റെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് നോക്കുമെന്ന് നീ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ വരാണ്ട് ഭക്ഷണം പോലും കഴിക്കൂല അവൾ. ഇത് പറ്റിപ്പോയിടൂ, അത് വിട്ടുകളാ. അവളെ നീ സ്നേഹിക്ക്. എന്നിട്ട് അവൾക്ക് ഇറങ്ങാത്ത ഇതാണെങ്കിൽ അപ്പം എന്നൊക്കെ ആലോചിക്കാം. അങ്ങനെ അത് കോംപ്ലിമെൻസാക്കി വിട്ട് ഇവനവിടെ ചെന്നപ്പോൾ ഇവള് മരിക്കാൻ പോവുകയെന്നൊക്കെ പറഞ്ഞ്, സത്യത്തിൽ അവൾ മരിക്കാനുള്ള പദ്ധതിയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇവളെ ആശ്വസിപ്പിച്ച് കഴിഞ്ഞത് കഴിഞ്ഞ്. ഇനി ഉണ്ടാവേണ്ടതെന്നായിരുന്നു എൻ്റെ ഇഷ്ടം. കാരണം ഈ കാര്യത്തിൽ ഞാൻ ഫെയിലിയറാണ്. നീ വേറൊരു വ്യക്തിയാണ്. നിനക്ക് അങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇനിയും ചെയ്തോ, ഞാനൊന്നും പറയില്ല. കാരണം ഇവൻ്റെ മനസ്സ് ഞാൻ അത്രത്തോളം മാറ്റി. കാരണം വെറും ചോറും കറിയും മാത്രം കൊടുത്തിട്ട് കാര്യമില്ല പെണ്ണിന്. ഈ സാധനം ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. അപ്പോൾ അവൾ പറയും ഇനി മേലാൽ ഞാൻ അങ്ങനെ ചെയ്യില്ല, നിങ്ങളുടെ ഒപ്പം ജീവിച്ചും കൊണ്ട് ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു അതൊക്കെ മനുഷ്യ സഹജമാണ്, തെറ്റുപറ്റിപ്പോയി, അത് പോട്ടെ. പിന്നെ അവർ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. ആ ഒരു രാത്രി ഞാനവിടെ ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ ആ കുടുംബം ശിഥിലമായി പോയേനെ. അതുകൊണ്ട് ആർക്കും എന്താ ഗുണം? ആ ഒരു 5 മിനിറ്റത്തെ സുഖം. പിന്നെ ഈ കളിക്കണ നേരത്തൊക്കെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു ധൈര്യം കൊണ്ട് വരില്ല. പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ പറഞ്ഞിട്ടാണ് കഴപ്പങ്ങോട്ട് മൂത്ത് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ കെട്ടിയാൽ അങ്ങാടിയിലുണ്ട്, ഏത് നിമിഷം വരും ഒക്കെ അറിയാം. എന്നാലും ഒരു ഡെയിലി ഉള്ളൊരു പാറ്റേൺ നോക്കിയാൽ 9 മണിക്ക് മുന്നേ ഒരിക്കലും വരാറില്ല. ഇതാ ഒച്ചമ്പളം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ 9 മണിക്ക് മുമ്പ് പിന്നെ എസ്കേപ്പ് ആവും. അങ്ങനെയായിരുന്നു. ഞാനപ്പോൾ ഇവനോട് അന്നേ പറഞ്ഞിട്ടുണ്ട്, സാഹചര്യം വന്നാൽ ചിലപ്പോൾ പെണ്ണുങ്ങൾ പെട്ടുപോകും, അവരെയും പറയാൻ പാടില്ല. അപ്പോൾ ഞാൻ ഭയങ്കര ഒരു നല്ല ഇതിൽ ആ പ്രശ്നം സോൾവ് ചെയ്ത്. അല്ലാണ്ട് അവർ സെപ്പറേറ്റായിട്ട് ഇപ്പോൾ അയാളെന്താ ആയില്ലെങ്കിൽ എന്താ അങ്ങനെ വിചാരിച്ചാൽ പോരെ. മറ്റവനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അവനാണെങ്കിൽ അതിലേറെ സങ്കടം, പറ്റിപ്പോയി. പിന്നെ കഴിഞ്ഞു പോയതിനൊന്നും പിന്നെ മരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞേ ഇതവിടെ വെച്ച് തീർന്നോട്ടെ, ഇനി ആ വഴിക്ക് നീ പോകണ്ട അവനോട് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ പോയിട്ട് പിന്നെ വരുമ്പോഴൊക്കെ ഇവർ തമ്മിൽ ആ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ഉണ്ട്. എന്നെ വിളിച്ച് ഇവൻ തന്നെ ഏജൻ്റായിട്ട് കളിപ്പിച്ച അത് എനിക്കറിയില്ല. അത്ര പുരോഗമനവാദികളൊന്നും അല്ല അവർ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.